എല്ലാവർക്കും നമസ്കാരം. അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞ സുരാജ് ആൻഡ് ആസിഫ് അലി കോമ്പിനേഷനുള്ള സിനിമ കണ്ടു. നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം ആ ടീസറും ട്രെയിലറിലും ഒക്കെ ഇവന്മാർ തമ്മിൽ ഒടുക്കത്തെ കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ ഫോറം മാളിലാണ് ഇത് കണ്ടത്. എന്നിട്ട് ഫുള്ള് തിരക്കാണ്. ചെറിയൊരു വോയിസിൻ്റെ പ്രശ്നം ഉണ്ടാവും, എന്നാലും എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും സിനിമയിലോട്ട് വരുവാണെങ്കിൽ സിനിമ തുടങ്ങുന്നത് സുരാജിൻ്റെ ഒരു ദിവസം കാണിച്ചുകൊണ്ടാണ്. ദിവസം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചുകൊണ്ടാണ്. അതിനുശേഷമാണ് സുരാജ് ചെറിയൊരു പ്രശ്നം വരുന്നു. അപ്പോൾ ആസിഫലിയുടെ ക്യാരക്ടർ ആ സുരാജിൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്നു. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ആൻഡ് ആസിഫ് അലി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ക്യാരക്ടറായിട്ട് അങ്ങോട്ട് ജീവിക്കുമായിരുന്നു വേണമെങ്കിൽ പറയാം. അത് ഇത്രയും നൈസായിട്ട് ചെയ്യണമെങ്കിൽ പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നു. ആ രീതിയിൽ പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻസ് ആണെങ്കിലും പുള്ളിയുടെ നടത്തമാണെങ്കിലും പുള്ളി ചില സമയത്ത് ഡാൻസ് മൂവ്സ് ഒക്കെ ഇടുന്നൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല പറ്റി നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. നല്ല അടിയാണ് പുള്ളി. അതുപോലെ തന്നെ സുരാജിനെ പറയണ്ട, സുരാജ് ഈ സ്കിറ്റുകളിലാണെങ്കിലും അല്ലാതെ നമ്മൾ കണ്ടതാണ്. പുള്ളി വെള്ളമടി ക്യാരക്ടർ പുള്ളി വളരെ നൈസായിട്ട് ചെയ്യും. അതിലൂടെ തന്നെ നിഷ്കളങ്കനായിട്ടൊരു പുള്ളിയെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആസിഫ് അലി എട്ടിക്കുന്ന രീതിയിലുള്ള സാധനം കാണിച്ചത്. പിന്നെ സിനിമയിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇവരുടെ യാത്രയാണ്. ഇവർ രണ്ടുപേരും കൂടെ പോകുന്നൊരു യാത്രയാണ്. യാത്രയിൽ ഇവർ കണ്ടുമുട്ടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്താണെന്ന് റിവീലാവുകയാണ് ആ യാത്രയിൽ. ആസിഫ് അലി ആരാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടത്തില്ല. പക്ഷെ ആ യാത്രയിലൂടെ ആസിഫ് അലി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ആരാണെന്ന് ഉള്ളൊരു സസ്പെൻസ് നമുക്കിങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്രയിലൂടെ പുള്ളി എന്താണെന്നും പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്നും ഒക്കെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളിലൂടെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് സംഭവം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കെമിസ്ട്രി അടിപൊളിയാണെങ്കിലും കുറേയൊക്കെ തമാശകളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ ഇമോഷണൽ സീനുകളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും സ്ക്രീൻ പ്ലേയിൽ കാര്യമായിട്ടുള്ളൊരു സാധനമൊന്നുമില്ല. ഒരു ഫ്ലോയിൽ അങ്ങ് ഡയറക്റ്റ് ചെയ്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നല്ല എഴുതി മിനുക്കിയ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും തോന്നുന്നില്ല. നല്ല അടിക്കുന്നവർക്കും അല്ലെങ്കിൽ നല്ല ഫുള്ളടിച്ച് നല്ല പറ്റായിട്ട് നിൽക്കുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും കഥ പിടിച്ചിരുത്തുന്നൊന്നും അല്ല. നമ്മൾ കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. ഒരു വൺ ടൈം വാച്ചബിളായിട്ടൊരു സംഭവമായിട്ടാണ് നമുക്ക് ഏതായാലും തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഉള്ളൊരു സാധനമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പെർഫോമൻസസിന് വേണ്ടി വേണം നമുക്ക് ഇവരുടെ ഈ ഒരു സിനിമയെ സമീപിക്കും കേട്ടോ. ആസിഫ് അലിയുടെ കിട്ടിലും പെർഫോമൻസ് ആണ്. അത് ആസിഫ് അലി ഫാൻസിന് ഉറപ്പായിട്ടും ഭയങ്കര രസമായിട്ട് തന്നെ ആയിരിക്കും ഈ സിനിമ തോന്നുന്നത്. സുരാജ് ആസിഫ് അലി അങ്ങനെയാണ്. പിന്നെ ലേഡി കഥാപാത്രങ്ങളിലെ ആസിഫ് അലിയുടെ വൈഫ് കഥാപാത്രം മുന്നോട്ട് വരുന്നില്ല. പിന്നെ വേറൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മറ്റൊരു നടിയുണ്ട്. അവരുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് സുരാജ് ഫോണിൽ വിളിക്കുന്ന അമ്മയുടെ ഒരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരിയുടെ വോയിസ് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സുരാജിൻ്റെ ഒരു സുഹൃത്തുണ്ട്. അത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പുള്ളി വന്നു കഴിയുമ്പം പടത്തിന് വേറൊരു അനക്കം കൂടെ കിട്ടുന്നുണ്ട്. അത് പുള്ളിയുടെ ഒരു കഴിവാണ്. അത് രസമാണ്. വളരെ നാച്ചുറലായിട്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ മാറുന്നുണ്ട്. അത് നൈസായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഓവറോൾ സിനിമ ആ സ്ക്രിപ്റ്റ് ലാക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ലാക്ക് ചെയ്യുന്നുണ്ട് സിനിമ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും ഇതെങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിങ് എന്താണ്, ഈ പിടിവിട്ട പട്ടം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വൺ ടൈം ഇത് കാണാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഗ്രിപ്പിംഗ് ഒന്നുമില്ല, ഒരുപാട് കോമഡി വർക്കൗട്ട് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കണ്ട് രസിച്ചിങ്ങനെ പോപ്കോണൊക്കെ തിന്ന് ചുമ്മാ കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിനിമ. വളരെ സിമ്പിൾ സിനിമയാണ്. കാര്യമായിട്ടുള്ള ഹാപ്പനിങ്സ് ഒന്നുമില്ല. നമ്മൾ കട്ട ഇമോഷണൽ ആവുന്ന ഇൻസിഡൻസസ് ഇല്ല. എന്നാൽ വളരെ ചെറിയ കുറച്ച് ഇൻസിഡൻസിൽ നമ്മൾ ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊച്ചു സിനിമ. അപ്പം ആസിഫ് അലി ഫാൻസ് പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻഡ് നമുക്ക് അടുത്തൊരു സിനിമയായിട്ട് വരാം.